എല്ലാ വർഷവും സിനിമയിൽ വൻ നഷ്ടമാണെന്ന് പറയും, സിനിമയിൽ കോടികൾ നഷ്ടപ്പെടുന്നു എന്ന് പറയും. പക്ഷേ സിനിമ ഇറങ്ങുന്നതിന് യാതൊരു പഞ്ഞവുമില്ല. ഓരോ മാസവും 10, 20, 25 സിനിമകൾ വെച്ച് ഇറങ്ങുന്നു. വർഷക്കണക്കാകുമ്പോൾ അത് 200-ന് മുകളിൽ പോകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. വലിയ പണം ഈ മേഖലയിലേക്ക് കടന്നു വരുന്നു. നമുക്കറിയാത്ത നിർമ്മാതാക്കളൊക്കെ വരുന്നു പോകുന്നു. അവർക്ക് ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ പല ലക്ഷ്യങ്ങളുണ്ടാവാം. ഈ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നവരൊക്കെ ഉണ്ടാകാം. അപ്പോൾ അത്തരത്തിൽ സമഗ്രമായ ഒരു കണ്ണും ഒരു വിലയിരുത്തലുമൊക്കെ ഫെഫ്ക പോലുള്ള സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവണം. എന്തിനാണ് ഇവരൊക്കെ വരുന്നതെന്നും എന്തിനാണ് ഒന്നോ രണ്ടോ സിനിമ എടുത്ത് മടങ്ങുന്നതെന്നും ഒക്കെ അന്വേഷിക്കാൻ. ഈ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളെല്ലാം ചേർന്ന് നിൽക്കുന്നതാണ്. ഈ ഡ്രഗ് കാർട്ടൽ എന്ന് പറയുന്നത് നമ്മൾ ഈ സിനിമ എമ്പുരാനായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നുവെങ്കിൽ പോലും അത് എല്ലാ മേഖലയിലും വ്യാപിച്ചിട്ടുണ്ട്. അത് സിനിമയിൽ വല്ലാതെ വന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയുള്ള പ്രവർത്തനമല്ലേ വേണ്ടത് ശരിക്കും? ഇതിന്റെ അന്വേഷണം നടത്തേണ്ടത് നിർമ്മാതാക്കളുടെ സംഘടനയാണ്. അത് പോട്ടെ, ഇവിടെ സിനിമ എന്ന് പറയുന്നത് ഗാംബ്ലിംഗ് ആണ്, ചീട്ടുകളി പോലെയാണ്. ഈ ചീട്ട് കളിക്കാൻ ഇരിക്കുമ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷ ഞങ്ങൾക്കത് അടിക്കുമെന്നാണ്. പക്ഷേ നഷ്ടം വരും. ആകെ 1-2 പേർക്ക്, 10 പേര് കളിക്കുമ്പോൾ 2 പേർക്കായിരിക്കും പണം കിട്ടുക. ഈ അവസ്ഥ തന്നെയാണ് സിനിമയിലെ. ഈ 1200 കോടി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു അവിടെ വരുന്ന പലരും. ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്. ചിലപ്പോൾ 1% കാണും മറ്റുദ്ദേശത്തോടെ വരുന്നവർ. ബാക്കി 99% പേരും ഇത് പണം ഉണ്ടാക്കാനുള്ള ഒരു ബിസിനസ് ആയിട്ട് തന്നെയാണ് വരുന്നത് എന്നാണ് എന്റെ വിശ്വാസം. സിനിമയിൽ ഞങ്ങൾക്ക് ഇത്രയും കാലമായി പ്രവർത്തിച്ചിട്ടും സിനിമ മറ്റൊരു ഉദ്ദേശത്തോടെ പണം മുടക്കാൻ വരുന്നവരുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. പിന്നെ വീണ്ടും ശ്രീനാഥ് ഭാസിയിലേക്കും ഷൈൻ ടോം ചാക്കോയിലേക്കും വന്നാൽ, ഈ 2 കോടി രൂപയുടെ ലഹരി ഇവരാണ് മേടിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ജോർജ് ജോസഫ് സാർ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരും അതിലുണ്ടായിരുന്നു. ചാറ്റിൽ അവരുടെ പേരുകൾ ഉണ്ടായിരുന്നു, അല്ല അവരുടെ ചാറ്റ് തെളിവായി കിട്ടിയിട്ടുണ്ട്. അവർക്കും ഇതിലൊരു പങ്ക് കൊടുത്തു കാണാം. ഇവർക്ക് വേണ്ടി മാത്രമായിരിക്കില്ല അവർ വന്നിരിക്കുന്നത്. അത് പോട്ടെ, ഞാൻ നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യത്തിലേക്കാണ് വരുന്നത്. ഇതിന്റെ ഒരു അഡിക്ഷൻ ഉണ്ട്. ഈ മദ്യത്തിന് ഒരു അഡിക്ഷൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഏത് കാര്യത്തിനും ലഹരി അതിന്റെ ഒരു അഡിക്ഷനിൽ പെട്ടുപോയാൽ അവർക്കത് ഉപയോഗിക്കാതിരിക്കാൻ കഴിയുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഇവരെ പിടിച്ച് അകത്തിടണമെന്ന് പറഞ്ഞല്ലോ, 6 മാസം കാപ്പ കേസിൽപ്പെടുത്തി പുറത്താക്കണമെന്ന് പറഞ്ഞല്ലോ. അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നത് ഇവരെ ഡി അഡിക്ഷൻ സെന്ററിലാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഷൈൻ ടോം ചാക്കോയിൽ ശ്രീനാഥ് ഭാസിയെയും ഡി അഡിക്ഷൻ സെന്ററിലാക്കണം. ശ്രീനാഥ് ഭാസിയുടെ ഒരു കാര്യം പറയുമ്പോൾ, ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് അകാരണമായി പോവുകയും പിന്നെ വരാതിരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരാള് അയാളുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ പേരൻസ് സങ്കടപ്പെടുകയാണ്, അയാളുടെ മാതാപിതാക്കൾ. പിന്നീട് അവനെ ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്ന മാതാപിതാക്കളുടെ സാന്നിധ്യത്തിലാണ്. 3-4 ദിവസം ആ മാതാപിതാക്കൾ അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവരും പരിതപിക്കുന്നത് ഈ ചെറുപ്പക്കാരൻ അഡിക്റ്റായി പോയിരിക്കുന്നു. അതിന് ഏറ്റവും നല്ലത് ഈ 6 മാസം ജയിലിലിടുന്നതിനേക്കാൾ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകണം. അതിന് വേണ്ട ചികിത്സ കൊടുക്കണം. ഇങ്ങനെയുള്ളവരെ അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, താരങ്ങളെ മാത്രം പറയുന്നില്ല, കുറെ ടെക്നീഷ്യൻസും ഉണ്ട്, യുവാക്കളായ കുറെ ടെക്നീഷ്യൻസ്. അവരും ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സംശയമൊന്നുമില്ല. ഇവരെയൊക്കെ ഓരോരുത്തരെയായി കണ്ടെത്തി. ഇപ്പൊ വയനാടൻ എന്ന് പറയുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ അപ്പോൾ തന്നെ സംഘടനയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇനി അവനെ അതിനെ ശിക്ഷിച്ചാൽ ഡിസ്മിസ് ചെയ്യും, സംശയമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരാളും സിനിമയിൽ വേണ്ട എന്നുള്ള ഉറച്ച നിലപാടാണ് ഞങ്ങൾക്ക്. ഇപ്പോ ബൈജു കൊട്ടാരക്കര പറഞ്ഞു ജാഗ്രതാ സമിതിയൊക്കെ ഒരു പൊള്ളയായതാണെന്ന്. ഞങ്ങളൊരു 8 മാസം മുമ്പ് സ്ത്രീകൾക്ക് വേണ്ടി ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കി. ഈ ചുരുങ്ങിയ സമയത്തുള്ള 24 കേസുകളാണത് അതിൽ പരിഹരിക്കപ്പെട്ടത്. സ്ത്രീകൾ മാത്രമുള്ള ഒരു കോർ കമ്മിറ്റിയാണ്. അപ്പോ ഇതുപോലുള്ള ജാഗ്രതാ സമിതി, ഫെഫ്ക പോലുള്ള സംഘടന കൊണ്ടുവന്നാൽ അതൊന്നും പൊള്ളയാവില്ല. കൃത്യമായും ലഹരി ലൊക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോലീസിനെ അറിയിച്ചിരിക്കും. ഏത് പോലീസ് എവിടെ വന്ന് അന്വേഷിച്ചാലും ഞങ്ങൾക്ക് വിരോധമില്ല. എത്ര സമയം എടുത്ത് അന്വേഷിച്ചാലും ഞങ്ങൾക്ക് വിരോധമില്ല. കാരണം ലഹരി ഇല്ലാതാവണം, സിനിമ ലൊക്കേഷനിൽ ഉണ്ടാവരുത്, ഈ സമൂഹത്തിൽ ഉണ്ടാവരുത്. അതാണ് ഞങ്ങളുടെ ഉറച്ച നിലപാട്. രഞ്ജിത്ത്.